ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറിന് കൊണ്ടുപോകാനായിട്ട് മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങാകുമ്പോൾ എല്ലാവരും കഴിക്കും. വേറെ എന്തെങ്കിലും വെച്ചാൽ എല്ലാവർക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഈ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. ഇന്നും ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കുറച്ച് അധികം നാളായി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ശനിയാഴ്ചയാണ് സ്കൂളിൽ ക്ലാസ്സില്ല, ട്യൂഷനുണ്ട്. അപ്പം ഇടയ്ക്ക് ഒരുപാട് അവധി തന്ന കാരണം വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അപ്പം ചോറൊക്കെ കൊണ്ടുപോകണം. പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. വലുതായിട്ടല്ല, ചെറുതായിട്ട്. രാത്രിയിൽ നല്ല തോർച്ചയായിരുന്നു. രാവിലെ മഴ പെയ്യുമെന്നൊന്നും വിചാരിച്ചില്ല. എഴുന്നേറ്റപ്പം നല്ല മഴ. എല്ലാവരും ഒന്നും എല്ലാ കറിയും കഴിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാവും കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉരുളക്കിഴങ്ങും പയറ് അതൊക്കെ ആണെങ്കിൽ, വൻപയറും ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരേപോലെ കഴിക്കും. പക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എല്ലാവരും കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥിരം വൻപയർ, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ രാവിലെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ 5:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പള്ളിയിൽ മണി അടിക്കുന്നുണ്ട് രാവിലത്തെ. ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ സോസ് പാനിലോട്ടിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെക്കും. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉള്ളി കൂടിയാണ് അരിഞ്ഞെടുക്കാം. ഉരുളക്കിഴങ്ങ് പൊടികളൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുകയാണ്. നമ്മളൊരു പാൻ സ്റ്റൗവിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് മെഴുക്ക് പുരട്ടി കൂടി ഉടനെ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുകയാണ്.
അടച്ച് വെച്ച് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് റെഡിയാകുമ്പോഴേക്ക് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം. ഉപ്പുമാവിനുള്ള സവാളയൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കുകയാണ്. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ്. ഇതുവരെ കടുക് പൊട്ടിയില്ല. അങ്ങനെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കടുകൊക്കെ എങ്ങനെയാണ്, ചില സമയത്ത് പൊട്ടും, ചിലപ്പോൾ പൊട്ടില്ല. കറിവേപ്പില ഇട്ട് കൊടുത്തപ്പോൾ കടുകെല്ലാം പൊട്ടി. ഇനി നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പുമാവ് വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ചാനലിലൊന്ന് കണ്ടു നോക്കണേ. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്നതിന് വേണ്ടിയിട്ട് അടച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈഡ് റവയാണ്, അതുകൊണ്ട് വറക്കുകയൊന്നും വേണ്ട. വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും നട്ട്സോ കിസ്മിസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. പക്ഷേ ആ വക സാധനങ്ങളൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് അതൊന്നും ചേർക്കാഞ്ഞത്. ചോറൊക്കെ വാർത്തിട്ടിട്ടുണ്ട്. ഇനി ഒരു മുട്ട പൊരിക്കണം. ചമ്മന്തി അരച്ചിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പണികളൊക്കെ ഒരുമാതിരിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഒരാൾ രാവിലെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി 2 പേരും കൂടെ ഉണ്ട്. എവിടെയാണോ എന്തോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.